എല്ലാവർക്കും പ്രവാസി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോഴുള്ളത് ഷാർജ അബൂഷകരയിലുള്ള റൈഹാൻ ഗൾഫ് മെഡിക്കൽ സെന്ററിലാണ്. ഇന്ന് നമുക്കൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് സ്പീച്ച് തെറാപ്പി മേഖലയിൽ പേരുകേട്ട തെറാപ്പിസ്റ്റ് വിനയയാണ്. നമസ്കാരം. നമസ്കാരം. കുട്ടികളെയും മുതിർന്നവരെയും അവരുടെ സംസാരം, ഭാഷ, ആശയവിനിമയ കഴിവുകൾ എന്നിവ മെച്ചപ്പെടുത്താൻ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പല മാതാപിതാക്കളും ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ സഹായം തേടേണ്ട ശരിയായ സമയം എപ്പോഴാണെന്ന് ചിന്തിക്കാറുണ്ട്. കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ആദ്യകാല ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? കറക്റ്റ് ടൈമിൽ അത് ചികിത്സിച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകില്ല. അതെ, ഇന്നത്തെ കുട്ടികളിൽ കൂടുതലായിട്ടും നമ്മൾ സംസാര ഭാഷാ വൈകല്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഓരോ പാരൻസിനും ഇങ്ങനെ ഒരു ആശങ്കയുണ്ട്, ഇത് എന്ന് നമ്മൾ സ്പീച്ച് തെറപ്പി കൊടുക്കണം, സ്പീച്ച് തെറപ്പിയുടെ ആവശ്യമുണ്ടോ എന്നിങ്ങനെ കുറേ സംശയങ്ങൾ അവർക്കുണ്ടാവും. നമുക്ക് ആദ്യ വർഷങ്ങളിൽ എടുക്കാം. കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ 1-ാമത്തെ വയസ്സിനുള്ളിൽ നമ്മൾ നോക്കേണ്ട കുറച്ച് സൈൻസ് നമുക്ക് പറയാം. അപ്പം 1 വയസ്സുള്ള കുഞ്ഞാണെങ്കിൽ 1 വയസ്സിനുള്ളിൽ അവർക്ക് വേണ്ടത് ഒരു 6 മാസമൊക്കെ ആകുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ 2 ശബ്ദങ്ങൾ ചേർത്ത്, അതായത് ബബബ, മമ്മമ്മ, പപ്പപ്പ ഇതുപോലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും. 1 വയസ്സിനുള്ളിൽ 6 മാസമൊക്കെ ആകുമ്പോഴേക്കും അത് നോർമലി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആ സമയത്തും അത് ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ നോക്കേണ്ടതാണ്. ആ സമയത്തും ഇതില്ലെങ്കിൽ ഒന്ന് നോട്ടീസ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ അവരുടെ പേര് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുക, തിരിഞ്ഞു നോക്കുന്നുണ്ടോ എന്നെല്ലാം ശ്രദ്ധിക്കുക. അത് ചെയ്യുന്നില്ല എങ്കിലും നമ്മൾ നോക്കേണ്ടതാണ്. അതുപോലെ നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കി സംസാരിക്കുമ്പോൾ അവർ നമ്മളെ കണ്ണിലോട്ട് ശ്രദ്ധിക്കുന്നില്ല, നമ്മുടെ മുഖത്തോട്ട് നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ നമ്മൾ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് അവർ സൈൻസ് യൂസ് ചെയ്യാൻ തുടങ്ങും. അതായത് പോയിന്റ് ചെയ്ത് കാണിക്കും. അതുപോലെ ടാറ്റ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വേവ് ചെയ്യും. പറഞ്ഞില്ലെങ്കിലും അവർക്കത് ചെയ്യാൻ പറ്റും, ആക്ഷൻസ് കാണിക്കാൻ പറ്റും. അപ്പോൾ അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ നമ്മൾ സൗണ്ട്സൊക്കെ ഉണ്ടാക്കി കളിക്കുമ്പോൾ അത് അവർ കോപ്പി ചെയ്യുന്നില്ല, ഇമിറ്റേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതും കൂടെ നോക്കേണ്ടതാണ്. ഇനി 1 വയസ്സിന് ശേഷം, ഇപ്പോൾ 1.5 വയസ്സിനുള്ളിലാണെങ്കിൽ കുഞ്ഞുങ്ങൾ ഒരു 20 വാക്കുകൾ അവർ മീനിങ് ഫുള്ളായി പറയണം. അർത്ഥവത്തായ 20 വാക്കുകൾ ഉണ്ടായിരിക്കണം. അപ്പം അവരുടെ ഫസ്റ്റ് വേർഡ് മുതൽ അമ്മ, അച്ഛ, അമ്മ, അപ്പ, അങ്ങനെ ഫസ്റ്റ് വേർഡ് മുതൽ ഫങ്ഷണലി അവർ ഉപയോഗിക്കുന്ന കുറേ വാക്കുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് ഈ ഒരു സമയത്തിലാണ്, 1.5 വയസ്സ്. അപ്പം 20 വാക്കുകളെങ്കിലും അവർക്ക് പറയാനായിട്ട് പറ്റണം. അതുപോലെ അവരുടെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ആക്ഷൻസും ഈ മീനിങ് ഫുള്ളായ വാക്കുകളും ചേർത്തിട്ടായിരിക്കും. അപ്പോൾ കൂടുതലും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വാക്കും ചൂണ്ടിക്കാണിക്കലും കൂടെ ആയിരിക്കും അവർ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. അതുപോലെ നമ്മൾ പുതിയ വാക്കുകൾ ഓരോന്നായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കും, കോപ്പി ചെയ്യാനായിട്ട് നോക്കേണ്ടതാണ്. അതൊന്നും നമ്മൾ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ ചെറിയ ഇൻസ്ട്രക്ഷൻസ്, സപ്പോസ് നമ്മളിപ്പോൾ കുഞ്ഞിനോട് പറയാണ് ബോൾ എടുത്തിട്ട് താ, ബോൾ എടുത്ത് വാ, അമ്മയ്ക്ക് താ, അപ്പയ്ക്ക് കൊടുക്ക്, അങ്ങനെ പറയുന്ന സിമ്പിളായിട്ടുള്ള ചെറിയ നിർദ്ദേശങ്ങൾ അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റണം. അവർക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇതൊന്നും ഇല്ല എങ്കിൽ നമ്മളൊന്ന് സംശയിച്ച് ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കാണിക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ നമ്മൾ ഇനിയിപ്പോൾ 2 വയസ്സാകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 100 വാക്കുകൾ കുഞ്ഞുങ്ങളിൽ വരണം. 100 വാക്കുകളിൽ കുറവാണുള്ളത് എങ്കിലും അതുപോലെ അവർ 2 വാക്കുകൾ ചേർത്ത് പറയാൻ തുടങ്ങണം. അമ്മ വാ, അപ്പ പോവാ, അപ്പ ബായ്, അങ്ങനെ 2 വേർഡ്സ് കമ്പൈൻ ചെയ്ത് പറയാൻ എപ്പോഴും പറ്റണം. അങ്ങനെ വരുന്നില്ല എങ്കിൽ അതുപോലെ എപ്പോഴും കാണിക്കണം. അതുപോലെ എപ്പോഴും ആക്ഷൻസ് ആണ് കൂടുതലും, വാക്കുകൾ കുറവാണ്. ആക്ഷൻസിലൂടെയാണ്, ഇപ്പോൾ കൈ പിടിച്ച് കൊണ്ടുപോവാ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കലും മാത്രമേ ഉള്ളൂ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ വാക്കുകളുടെ എണ്ണവും കുറവാണെങ്കിലും നമ്മൾ കാണിക്കണം. അതുപോലെ കുട്ടികൾ ഇപ്പോൾ നമ്മളെ കണ്ടിട്ട് കളിക്കാൻ തുടങ്ങും, അപ്പോൾ കുറേ കോപ്പി ചെയ്ത് കളിക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ അതൊന്നും നമ്മൾ കുഞ്ഞുങ്ങളിൽ കാണുന്നില്ല. നമ്മൾ പറയുന്ന വാക്കുകളും അവർ കോപ്പി ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ അവർക്ക് ഉള്ളവർക്ക് തന്നെ അവരുടെ സംസാരം ഒട്ടും മനസ്സിലാവണില്ല. ഏതൊക്കെയൊക്കെയോ വാക്കുകൾ പറയും, പക്ഷെ അതൊന്നും അർത്ഥമുള്ളതാണോ അല്ലെ അവർക്ക് ചുറ്റുമുള്ളവർക്ക് തന്നെ ഊഹിച്ചെടുക്കുന്ന രീതിയിലാവുമ്പോഴും നമ്മളൊന്ന് കാണേണ്ടതായിട്ടുണ്ട്. 3 വയസ്സാകുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ ഏകദേശം നമ്മൾ വാക്കുകൾ പറയുമ്പോൾ 3 വാക്കുകൾ കൂട്ടി ഒരു സിമ്പിൾ സെൻറ്റൻസ് അവർക്ക് ഫോം ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മൾ വാക്കുകൾ എടുക്കുമ്പോൾ ഒരു നൗൺ ഉണ്ടാവും, ഒരു വേർബ് ഉണ്ടാവും, ഒരു ഒബ്ജക്റ്റ് നെയിം ഉണ്ടാവും. അപ്പോൾ അപ്പ ടാറ്റ പോവാം, അപ്പ പോവാന്നുള്ളത് 3 വാക്കുകളിലേക്ക് മാറണം. അപ്പോൾ
അപ്പോൾ അങ്ങനെ ചേർത്ത് സംസാരിക്കണം പറ്റണം. ഇനി അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ വാക്കുകൾ കുറവാണ്, ആക്ഷൻസും ഇതുപോലെ 2 വേർഡൊക്കെയാണ് പറയുന്നതെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, കാണണം. അതുപോലെ കളിക്കാനായിട്ട് അവരെപ്പോഴും ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്കാണ് അവർ നിൽക്കുന്നതെങ്കിൽ ഒറ്റയ്ക്ക് മാത്രമേ കളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. മറ്റൊരു കുട്ടികളെ കൂട്ടത്തിലോട്ട് പോകുന്നില്ല. അവരുടെ പ്രായത്തിലുള്ള കുട്ടികളെ കാണുമ്പോൾ അവരെ കണ്ടുകൊണ്ട് അതിൽ ഇൻവോൾവ് ആയിക്കൊണ്ട് കളിക്കണില്ല എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അത് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല, അതിനോട് ഉത്തരം തരാനും പറ്റുന്നില്ല എങ്കിൽ അവരിങ്ങോട്ടും തിരിച്ച് ചോദിക്കുന്നില്ല. കുട്ടികൾ ചോദിക്കുമല്ലോ, അതാരാ, ഇത് എവിടെ പോണേ, അങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കണം. അതൊന്നും റെസ്പോണ്ട് ചെയ്തില്ലെങ്കിലും അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ അവരിങ്ങോട്ട് ചോദിക്കാനായിട്ട് തുടങ്ങിയില്ലെങ്കിലും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സിംറ്റംസ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ കാണുമ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കാണേണ്ടതായിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു.